ഉപ്പുതറ കാക്കത്തോട്ടിൽ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടും കാട്ടാന ശല്യത്തിന് പരിഹാരമില്ല. കഴിഞ്ഞ രാത്രി എത്തിയ കാട്ടാന ലക്ഷങ്ങളുടെ കൃഷി നശിപ്പിച്ചു. മണഞ്ചേരിൽ ജോണി ജോസഫ്, എം.ഒ. ഇമ്മാനുവൽ എന്നിവരുടെ കൃഷിഭൂമിയിലാണ് കാട്ടാന നാശം വിതച്ചത്. ജോണി ജോസഫിന്റെ മുറ്റത്ത് വരെ കാട്ടാന എത്തി. സോളാർ വേലിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലാത്തതാണ് കാട്ടാനകൾ വീണ്ടും കൃഷിയിടത്തിലേക്ക് എത്താൻ കാരണം. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് 2 ആഴ്ച മുമ്പ് തൂക്ക് സോളാർ വേലി ചാർജ് ചെയ്തത്. ദിവസങ്ങൾക്കുള്ളിൽ ഹെൻസിംഗിന്റെ കമ്പനികൾ സ്വകാര്യ വ്യക്തി കൂട്ടിക്കെട്ടിയതോടെ ചാർജ് നഷ്ടപ്പെട്ടിരുന്നു. ഇയാൾക്കെതിരെ കേസ് കൊടുക്കണമെന്ന് കർഷകർ ആവശ്യം ഉന്നയിച്ചതാണ്. എന്നാൽ വനം വകുപ്പ് ഇതിന് തയ്യാറായില്ല. ഇതിനുശേഷം ഹെൻസിംഗിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വനം വകുപ്പ് തയ്യാറായതുമില്ല. ഇതാണ് കാട്ടാന കൃഷിയിടത്തിലെത്താൻ കാരണം. ഒരിക്കൽ പോലും കാട്ടാന കയറാത്ത ഭൂമിയിലാണ് കാട്ടാന എത്തിയത്. നിബിഡ വനത്തിൽ നിന്നും തേക്കിൻകൂപ്പ് കടന്നാണ് കാട്ടാന കൃഷിയിടത്തിലെത്തി നാശം വിതച്ചത്. വനം വകുപ്പ് ഓഫീസിനടുത്താണ് കാട്ടാന നാശം വിതയ്ക്കുന്നത്. കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് ഫെൻസിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ചാർജ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അതുണ്ടെങ്കിൽ ആന വെളിയിലേക്ക് ഇറങ്ങത്തുമില്ല. ഇതിപ്പോൾ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും എല്ലാം വളരെ ഭീഷണിയായിരിക്കുകയാണ്. അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ എടുക്കണമെന്ന്. 2 കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് നശിപ്പിച്ചത്. നീറിയാങ്കൽ ജെയ്സന്റെ കൃഷിയിടത്തിലൂടെയാണ് കാട്ടാന ജോണി ജോസഫിന്റെ പറമ്പിലെത്തിയത്. ഇവിടെയുണ്ടായിരുന്ന വാഴ, തെങ്ങ്, കുരുമുളക്, കപ്പ എന്നിവയെല്ലാം നശിപ്പിച്ചു. തുടർന്നാണ് ജോണിയുടെ വീട്ടുമുറ്റത്തു കൂടി ഇമ്മാനുവലിന്റെ കൃഷിയിടത്തിലെത്തി വാഴയും കുരുമുളക് ചെടിയും നശിപ്പിച്ചത്. നായ്ക്കളുടെ കുര കേട്ടുണർന്ന ജോണി കാട്ടാന ഇമ്മാനുവലിന്റെ പറമ്പിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ വീട്ടിലിരുന്ന പടക്കം പൊട്ടിച്ചതോടെയാണ് കാട്ടാന പിൻവാങ്ങിയത്. സിറ്റി വിഷൻ, ഉപ്പുതറ.